അമ്മ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അമ്മ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ 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 പറയുകയായിരുന്നു, ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇമ്മട്ടിൽ ഒരു നവവധുവിനെ കല്യാണം കഴിച്ച് പുതുമോടി മാറും മുമ്പ് കുരിച്ചു നിർത്തി പുറത്തിടിക്കുക, കഴുത്തിൽ കേബിൾ ഇട്ട് കുരുക്കുക, ചുണ്ട് താഴോട്ട് വലിച്ച് മുറിപ്പെടുത്തുക, ഇത്തരത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്ന അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുന്ന ഒരു വീടിന് അതിന് ഇവൻ്റെ ഈ രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്ന ഇവൻ്റെ അമ്മയും സഹോദരിയും കൂട്ടുനിൽക്കുക. ആ വീടിൻ്റെ പേരാണ് രസമെന്ന് ഞാൻ പറയുമായിരുന്നു. സ്നേഹതീരം എന്നാണ് ആ വീടിൻ്റെ പേര്. ആ നശിച്ച തീരത്ത് നിന്ന് മകളെ അന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ മുഫിയ പർവീണിൻ്റെ ഒക്കെ പട്ടികയിലേക്ക് താങ്കളുടെ മകളും അടുത്ത പേരുകാരി താങ്കളുടെ മകളാകുമായിരുന്നു എന്ന ആശ്വാസത്തോടെ തിരിച്ചറിയുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അമ്മ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ചെന്നില്ലായിരുന്നെങ്കിൽ ആ പട്ടികയിലോട്ട് എൻ്റെ മകളും പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ചെന്നത് കണ്ടു. എന്ന് വെച്ചാൽ ഇവൻ ശരിക്കും നോർമലായിരിക്കുമ്പോൾ സ്നേഹവും, അല്ലാത്തപ്പോൾ അവന് വേറൊരു മൈൻഡാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവൻ മദ്യം നല്ലോണം കഴിക്കുമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ മദ്യം കഴിച്ച ഒരാൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അവൻ അത്രക്കും സ്ട്രോങ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവൻ അതിൽ വേറെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അന്ന് അവൻ നോർമലായി ഏത് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഇപ്പൊ ഇല്ലാത്ത ക്രൂരത വരില്ലല്ലോ. അടിമുടി കൊടും ക്രൂരനാണ്. അതുകൊണ്ടാണ് എന്താണ് കൈകൊണ്ട് ആഞ്ഞിടിച്ച് നെറ്റിയിൽ മുഴ വരാനൊക്കെ ഉള്ള ഇടിയിടിക്കണമെങ്കിൽ എമ്മാതിരി ഇടിയിടിച്ചിട്ടുണ്ടാകണം. അത്ര ഇടിച്ചെന്ന് വെച്ചാൽ എൻ്റെ മകൾ അനുഭവിച്ച വേദന എനിക്ക് അവൻ ഉപേക്ഷിച്ചേക്കാൾ അല്ല എൻ്റെ മോളുടെ ജീവിതം തകർത്തേക്കാൾ വേദന എൻ്റെ മകൾ അന്ന് 1 മണിക്കൂർ അനുഭവിച്ച വേദന. അത് എനിക്ക് ആലോചിക്കുമ്പോൾ തലക്ക് പ്രാന്ത. എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും എൻ്റെ മകൾ അനുഭവിച്ചേക്കണം. ആരും ഇല്ലാണ്ട് ആ ഒരു മുറിക്കുള്ളിൽ ഉറക്കെ കരഞ്ഞിട്ട് പോലും തൊട്ടടുത്ത മുറിയിൽ അവൻ്റെ ഒരു ഫ്രണ്ട് കിടപ്പുണ്ട്. അവൻ വന്നില്ല. അവൻ്റെ താഴത്തുള്ള അമ്മയൊന്നും ഇത് അറിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു മ്പോൾ എന്താ അനുഭവിച്ചേക്കണത് 1 മണിക്കൂർ. എത്ര ക്രൂരമായിട്ടാണ് ചെയ്തത്. ഇവന് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ? അപ്പം എത്രയും ക്രൂരനായിരിക്കണം, ഇത്രയും നിർഗിഷ്ടമായിട്ട് ആ കൊച്ചിന് ചെയ്യണമെങ്കിൽ. ഇത് അതിനുശേഷം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയൂ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഭീകരം അവിടെ ഉണ്ടായ അനുഭവമാണ്. ഇതിനേക്കാൾ ഭീകരം അവിടെ ഉണ്ടായ അനുഭവമാണെന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ സമയവും രാഹുൽ പി ഗോപാൽ അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. സമാധാനമായി ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. അവനെ പിടിച്ചിട്ടില്ല പോലീസ്. ശരിക്കും അതെ 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 എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അവശതയായി നടക്കാൻ പോലും പറ്റാണ്ട് ഞങ്ങൾ 2 പേര് പിടിച്ചു കൊണ്ടുവന്ന ഒരു മകളെ ഇല്ലല്ല. അവിടെ ഒന്ന് ഇരിക്കാനെങ്കിലും അവർക്കൊരു സീറ്റ് കൊടുക്കാമല്ലോ. അവിടെ വനിതാ പോലീസ് ഉണ്ട്. ഞങ്ങൾ കണ്ടു വനിതാ പോലീസിനെ. ചിലപ്പോൾ അവർക്ക് അതിനുള്ള മുകളിൽ നിന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടാകില്ലായിരിക്കും. ഞങ്ങൾ പുറത്ത് ആ കുട്ടീനായിട്ട് നിന്നു. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ ചെടിയൊക്കെ നടാൻ വെച്ചേക്കണ ഒരു കല്ലുമലാണ് ഈ കൊച്ചിനെ ഇരുത്തുന്നത്. എന്നിട്ട് രാഹുൽ അവിടെ സുഖമായിട്ടിരുന്ന് സംസാരിച്ച് പോലീസുകാരോടൊക്കെ ചിരിച്ച് അവരോട് തോളത്ത് കൈയും ഇട്ട് പോലീസുകാർ അവൻ്റെ തോളത്തും കൈയിട്ട് നടക്കുന്നു. അപ്പോൾ എവിടെയാണ് ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് നീതി കിട്ടിയത്? അത് കഴിഞ്ഞ് നിങ്ങളോട് പറയുകയാണ് ആശുപത്രി പോയി സർട്ടിഫിക്കറ്റ് ഇട്ട് വാ എന്ന് പറയുകയാണല്ലേ? അമ്മ ഞാൻ പറഞ്ഞത് കേൾക്കാവോ? അതൊന്ന് ശരിയാവണമെന്ന് ഞാൻ PCR അതൊന്ന് ശരി. അമ്മ കേൾക്കാമോ? അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം അവിടുന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത് വല്ലാത്ത വകുപ്പും അതിന് എന്താണ് കർശനമായ ചില ചട്ടക്കൂടുകളൊക്കെ ഉള്ളതാണ്. ഇത്തരത്തിൽ ഗാർഹിക പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോകുന്ന ഒരു പെൺകുട്ടി അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതും പരിക്ക് ഗുരുതരമാണെങ്കിൽ അവിടെ മൊഴിയെടുക്കേണ്ടതൊക്കെ പോലീസുകാർ അവിടെ പോയി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ചട്ടമുള്ളതാണ്. ആ ചട്ടം നിലനിൽക്കുക പോലീസ് നിങ്ങളോട് പറയുകയാണ് പോയി ആശുപത്രിയിൽ പോയി സർട്ടിഫിക്കറ്റ് ഇടുക എന്ന് പറയുകയാണ് അല്ലേ? പക്ഷേ ഇവരങ്ങനെയല്ല. പക്ഷേ അത് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊന്നും, അവരങ്ങോട്ട് കൈയൊഴിഞ്ഞു, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുട്ടീനെയും കൊണ്ട് ഡോക്ടറുടെ ചെന്നു. ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. എന്താ വെച്ചാൽ കണ്ണുള്ളവൻ ഏത്
ഒരു വ്യക്തിക്കും കണ്ണുള്ളവൻ ഒരു കൊച്ചുകുട്ടിയായാൽ പോലും മനസ്സിലാകും എത്രയോ ആ മകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത്. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എന്നിട്ട് ഞങ്ങൾ ഡോക്ടർ ചെന്ന് ഡോക്ടർ എല്ലാം റിപ്പോർട്ട് തന്ന് അത് അവിടെ കൊണ്ടുപോയി ചെന്നിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്താണ്, രാഹുലിൻ്റെ ഫ്രണ്ട്സും അവിടെ ഇരിക്കുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾക്ക് നീതി കിട്ടില്ലെന്ന്. എന്നിട്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എന്നെ പിണങ്ങി, അങ്ങനെ ഒന്നും പറയല്ലേന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വായിക്കണതല്ലേ. എന്ന് വെച്ചാൽ എത്ര ക്രൂരമായി മർദ്ദിക്കപ്പെട്ടാലും അവർക്കൊന്നും നീതി കിട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്കറിയാം അവിടെ നീതി കിട്ടില്ല. അവരുടെ പെരുമാറ്റം കുട്ടിയുടെ പിതാവ് ചോദിക്കുന്നുണ്ട്. ഉത്തരയെക്കുറിച്ച് വിസ്മയെക്കുറിച്ച് പറയുമ്പോഴേക്കും അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട് ഈ പോലീസ് ഏമാൻ അല്ലേ? അപ്പൊ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിയമത്തെ പറ്റി പറയുമ്പോഴേക്കും നിയമം ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് ഈ പോലീസ് ഏമാൻ അല്ലേ? അതെന്ന് വെച്ചാൽ ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ തീരുമാനിച്ചേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ രാഹുലുണ്ട് നീമനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും വിവാഹം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോഴും ഇത്രയും ക്രൂരമായ എൻ്റെ മകളെ മർദ്ദിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച അവൻ്റെ കൂടെ ഇനി വിട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ മൂടി പുതച്ച ശരീരം കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് സാറേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ വിടാൻ ഇനി ഇത് കൊണ്ടുപോകാനും താല്പര്യമില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ സാറ് പറഞ്ഞത് അത് ഇപ്പം അങ്ങനെയൊക്കെ സാധാരണമാണ്, അതിപ്പോൾ ഒരു പ്രാവശ്യം അവൻ അങ്ങനെ ചെയ്തെന്ന് കരുതി എപ്പോഴും അത് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെന്താ സുഖമായിട്ട് ജീവിക്കും. അത് നിങ്ങളല്ല എടുക്കേണ്ടത്, പെൺകുട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ, പല കുട്ടികളും ഇതുപോലെ വന്ന് പരാതി തരും. അവർ വീട്ടിലോട്ട് നിങ്ങൾ പ്രതിയുടെ കൂടെ നിന്നിട്ട് അവരെ വീട്ടിലോട്ട് പറഞ്ഞെടുക്കും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ പീഡനം പറ്റി നമ്മൾ പിന്നെ വാർത്ത കേൾക്കുന്ന എന്താണ് ആ കുട്ടി മരിച്ചു. അപ്പോൾ പറയും പോലീസിൻ്റെ അനാസ്ഥ, അവർ വന്നിട്ടൊന്നും കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ ഇത്രയും വിസ്മയമൊന്നും ആക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മകളെ ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ പറയുകയാണ് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, പിന്നെ ഞങ്ങളല്ലേ അന്വേഷിക്കുന്നത്, ഞങ്ങളല്ലേ ഇതിൻ്റെ ശരിയായ സത്യം അറിഞ്ഞുകൂടുന്നു. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ രാഹുലിന്റെ നമ്മൾ എന്ത് പറയും? ഇപ്പൊ തലേദിവസം രാത്രി ഇത്ര മാരകമായി എന്താണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മകൾ പറയുന്നത് കേട്ടു. ഇപ്പൊ കഴുത്തിൽ ഈ മൊബൈലിന്റെ കേബിൾ ഇട്ട് മുറുക്കുമ്പോൾ വിരലിട്ട് എന്താണ് വലിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് വലിച്ച് ബെഡിലേക്ക് ഇട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്ര മാരകമായി കൊല്ലാൻ ശ്രമിച്ച ഒരുത്തന്റെ ഇരിക്കുമ്പോൾ അതിനടുത്ത് പോയിരിക്കാൻ പോലീസ് പറയുന്നുണ്ട് മകളോടല്ലേ? അവന്റെ അടുത്ത് പോയിരിക്കാൻ പോലീസ് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ മകൾ ശരിക്കും ആരോഗ്യമായി എന്നുവെച്ചാൽ അവൾക്കിപ്പോൾ അനങ്ങാൻ പറ്റില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചവക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രക്കും വേദനയാണ്. അനങ്ങാന്ന് വെച്ചാൽ അത് ആരോഗ്യപരമായി വളരെ വീക്കാണ്. നമ്മൾ വെള്ളം പോലെയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അടിയുടെ ഇതും തലവേദനയും ഇതെല്ലാം കൂടി അങ്ങനെയാണ് ആ കുട്ടി ഇരിക്കുന്നത്. ഇത് മുഴുവൻ കണ്ട് ഞാൻ അവിടുത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറിന് മനസ്സിലായില്ലേ ഈ കുട്ടീനെ ഉപദ്രവിച്ചേക്കണത്, ഇത് കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അത് ശരിയാണ്, അത് രാഹുൽ സമ്മതിച്ചെന്നു. എന്നിട്ട് പറയുന്നതാണ് നിങ്ങൾ സോൾവ് ആക്കി അവൻ്റെ കൂടെ വിടാൻ. ബെസ്റ്റ്. നല്ല പോലീസാണ്, നല്ല നീതിന്യായ സംവിധാനമാണ് അമ്മ, നല്ല നീതിന്യായ. ഇവിടെ ഈ FIR വായിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ FIR പറയുന്നത് എന്തോ സംശയത്തിൻ്റെ പേരിൽ മുഖത്തും തലയിലും മറ്റ് ശരീരഭാഗങ്ങളിലും കൈകൊണ്ടടിച്ചു എന്ന് പ്രത്യേകം എഴുതുന്നുണ്ട്. കേട്ടോ, കൈകൊണ്ടടിച്ചു എന്ന് പ്രത്യേകം എഴുതാൻ ഈ പോലീസ് ഔത്സുകം കാണിക്കുന്നത്. എന്താണ് അത്? മാൻ ഹാൻഡ്ലിംഗ് കേസേ ആവുന്നുള്ളൂ, ജാമ്യമില്ലാത്ത വകുപ്പെടുക്കാം. ബെൽറ്റ് കൊണ്ടിട്ട് അടിച്ചു അടക്കം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? സ്ത്രീധനത്തെ പറ്റി FIR പറയാത്തത് എന്തുകൊണ്ടാണ്? അതൊക്കെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന് ജർമ്മനിലോട്ട് പോകാൻ പറ്റുമോ? അവൻ 26-ാം തീയതി പോകാനിരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ ഇരിക്കുന്നവർ ആര് പൈസ കൊടുക്കുന്നവോ അത് ആരായാലും വേണ്ടിയില്ല, അവരുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ തന്നെ പൈസ ഒന്നും ഉണ്ടായില്ല. പൈസ കൊടുത്ത് ഞങ്ങൾക്ക് നീതിയും വേണ്ട, നേരായ മാർഗത്തിൽ കൂടി ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത്. പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് ഒട്ടും ഒരു ശതമാനം പോലും നീതി കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ നിലവിലെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ നോക്കിയാൽ, ഇതുവരെയുള്ള കേസുകൾ നോക്കിയാൽ അമ്മയുടെ ആ പ്രതീക്ഷ വലിയ പാടുള്ള പ്രതീക്ഷയാണ്. അമ്മയുടെ ആ പ്രതീക്ഷ വലിയ പാടുള്ള പ്രതീക്ഷ തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം, അല്പസമയം തുടരണേ, ഞാൻ അങ്ങയിലേക്ക് എത്താം.